കൊള്ളാമോ അമ്മ ഇത്? കൊള്ളാവോ? ഇത് അവൻ്റെ ടീച്ചറിന് കൊടുക്കുന്ന സമ്മാനം. അവനെ പഠിപ്പിച്ച ടീച്ചറേ നമ്മൾ കാണാൻ പോണ ആ ടീച്ചറിന് കൊടുക്കുന്ന സമ്മാനം. കൊള്ളാവോ? യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മുടെ വീട്ടിൽ കുറച്ച് കുഞ്ഞന്മാരുണ്ട്. നിങ്ങൾക്കറിയാലോ അല്ലേ, അവരെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഒരിടവും പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിടവും അധികം യാത്ര ചെയ്യാറുമില്ല. പക്ഷേ ഇന്ന് ഞങ്ങളൊരു വലിയ യാത്ര പോവാണ്, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച്. കുറച്ച് നീണ്ട യാത്ര. മദേഴ്സ് ഡേയിൽ ഒരു ടീച്ചറിനെ കാണാൻ പോകുന്ന കഥ പറയാവേ. ഒരു ടീച്ചർ അമ്മയായ കഥ. എല്ലാ കുഞ്ഞുങ്ങൾക്കും ടീച്ചറിനെ ടീച്ചറായി കാണാൻ തന്നെ സാധിക്കും. പക്ഷെ ഒരു ടീച്ചറിനെ അമ്മയായിട്ട് കാണാൻ സാധിക്കുന്നെങ്കിൽ ആ ടീച്ചർ സംതിങ് സ്പെഷ്യൽ ആയിരിക്കും അല്ലേ. അങ്ങനെ എൻ്റെ നന്ദപ്പനുണ്ട് ഒരു സ്പെഷ്യൽ ടീച്ചറമ്മ. ടീച്ചറമ്മയെ കാണാനായിട്ട് ഞങ്ങൾ വളരെ ദൂരം താണ്ടി പോവുകയാണേ. വെക്കേഷനായപ്പോൾ നന്ദപ്പൻ ഒരു സാരി മേടിച്ച് വെച്ചിട്ട് ടീച്ചറിനെ കാണാൻ പോകാനായിട്ട് ആഗ്രഹം പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ നാളായി. ഓരോരോ തടസ്സങ്ങൾ കാരണം പോകാൻ പറ്റിയില്ല. ഇനി പോയില്ലേ നന്ദപ്പൻ ആകെ സീനാവുമെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ടീച്ചറമ്മയെ കാണാനായിട്ട് ഈ ഒരു മദേഴ്സ് ഡേയിൽ തന്നെ അങ്ങ് നേരെ വിട്ടു. അവിടെ എത്തിയപ്പോഴാണ് ടീച്ചർ ഞങ്ങൾ എത്താൻ എത്രത്തോളം കാത്തിരുന്നു എന്നും എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നും മനസ്സിലായത്. വെറുതെ അല്ലേ കാത്തിരുന്നത്, ഒരുപാട് വിരുന്നുകൾ ഒരുക്കി കാത്തിരുന്നു. ആവുന്നത്ര രീതിയിൽ ഞങ്ങളെ സൽക്കരിച്ചു, ടീച്ചറും ടീച്ചറിൻ്റെ ഫാമിലിയും ഒക്കെ. എനിക്കറിയാം. പിന്നെ കുറെ ആശുപത്രി ഇത് ടീച്ചറിൻ്റെ ഊരിൻ്റെ ഊരായ ലിയോ ആണേ. ഞങ്ങളുമായിട്ട് നല്ല ഇണങ്ങി കേട്ടോ. അത് പൊട്ടിച്ച് പറയുന്ന ടീച്ചറിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നല്ല കളർ. ടീച്ചറിന് ഭയങ്കര. അങ്ങനെ കുറച്ച് സമയത്തെ സ്വീറ്റ് മൊമെൻറ്റ്സിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഞങ്ങൾ പോയത് പുനലൂരിനടുത്താണ്. നമ്മൾ ട്രിവാൻഡ്രം പുനലൂരൊക്കെയുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് പെട്ടെന്ന് തന്നെ വരണം. കാരണം 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. ഏറ്റവും വിഷമമായത് പോകാൻ സമയത്ത് ലിയോയുടെ സ്നേഹപ്രകടനമാണ് കേട്ടോ. അവൻ നന്നായിട്ട് ഞങ്ങളെ വിഷമിപ്പിച്ചു. അവനെ കരുതിയാണ് ഞങ്ങൾ അടച്ചു പൂട്ടിയൊക്കെ ഇറങ്ങിയത്. വെളിയിൽ കഥ പോലും തുറന്നില്ല. പക്ഷെ അവൻ ഞങ്ങളെ വേദനിപ്പിച്ചു. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. എല്ലാ ടീച്ചർമാരും കുഞ്ഞുങ്ങളും ഇതുപോലെ പരസ്പരം സ്നേഹിക്കാൻ ശ്രമിക്കുക.